നീതിമാൻ വലയുന്ന കാര്യങ്ങൾ കണ്ടല്ലോ. ഒന്ന്, പച്ചപ്പ് കാണുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ സ്വന്തമായിട്ടൊക്കെ തീരുമാനങ്ങൾ എടുക്കും. രണ്ട്, ദുഷ്ടനാണ്, പാപികളാണ്, കൊള്ളരുതാത്തതാണ്, എനിക്ക് ചേരാത്തതാണെന്ന് അറിഞ്ഞിട്ടും കൂടെ കൂടുക. കൂടാരം നീക്കി അടിച്ചു. സോദോമിലോട്ട് ദൈവം പറഞ്ഞയച്ച് ലോത്ത് പോയതാണോ? അല്ല. സോദോമിന് അബ്രഹാം റെക്കമെൻഡേഷൻ കൊടുത്തതാണോ? ഇല്ല. ഇറ്റ്സ് യുവർ ചോയ്സ്. നീ തെരഞ്ഞെടുത്തതാ. ആ സ്ഥലം ദൈവത്തിന്റെ ചോയ്സ് അല്ല, അത് നിന്റെ ചോയ്സാണ്. ലോത്ത് ചോദിക്കും, കർത്താവേ, നമ്മളാണെങ്കിൽ ചോദിക്കും, എന്തിനാ കർത്താവേ ഇത്രയും കാലത്തെ കഷ്ടപ്പാട്? കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഞങ്ങൾ ദൈവമേ രാത്രിയും പകലില്ലാതെ ഞങ്ങൾ അധ്വാനിച്ചതല്ലേ പുകയായിട്ട് മേളിലോട്ട് കയറുന്നത്. തമ്പുരാൻ ചോദിക്കും, നിന്നെ ഞാൻ അയച്ചോ അങ്ങോട്ട്? നിന്നെ ഞാൻ അയച്ച സ്ഥലത്ത് നിന്നെങ്കിലേ ഇത് കത്തത്തില്ല, പകരം അത് താഴ്ച വളർന്നേനെ. അബ്രഹാം കണ്ടതാ പുക വീഴുന്നത്. അബ്രഹാമിന്റെ സമ്പാദ്യമൊന്നും കത്തിപ്പോയില്ല. കൂടെ വന്ന ലോത്ത് സമ്പാദിച്ചതൊക്കെ കത്തിച്ചാരമായി പോയി. നീതിമാൻ വലയുന്നത് കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് ചേർന്ന് നടക്കാൻ തീരുമാനമെടുത്താൽ ദൈവത്തോട് ചേർന്ന്. അതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് വചനം പറയുന്നത്, ഒന്നുകിൽ നീ ഉഷ്ണവായനിരിക്കുക, അല്ലെങ്കിൽ നീ ശീതവാനായിരിക്കുക. ഒന്നുകിൽ നീ തണുത്തിരിക്കുക, അല്ലെങ്കിൽ നീ ചൂടുള്ളവനായിരിക്കുക. നീ ശീതോഷ്ണവനായാൽ നിന്റെ വായിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? നിന്നെ ഉമിഴ്ന്നു കളയും. പ്രൈസ് ദി ലോർഡ്. ഒന്നുകിൽ നമ്മൾ വിശ്വാസിയായിരിക്കണം, അല്ലെങ്കിൽ ജഡീകനായിരിക്കണം. ഒന്നുകിൽ നമ്മൾ പള്ളിയിൽ പോയി ദൈവത്തെ ആരാധിച്ച് ആത്മികനായി ശരിയായി ജീവിക്കണം. വെറുതെ ദൈവത്തെയും പറ്റിച്ചുകൊണ്ട് നമ്മൾ നടക്കരുത്. കാരണം കർത്താവിന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റാതായി പോകും.